കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ ഒരു റോഡ് തകർന്നിട്ട് 10 വർഷമായി. കൊല്ലം കണ്ടച്ചിറ ചീപ്പ് മുതൽ ചന്ദനത്തോപ്പ് വരെയുള്ള റോഡാണ് തോടിന് സമമായത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റോഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ നടത്തിയെങ്കിലും പിന്നീട് അത് നിലച്ചു. ഈ തോടിന്റെ പേരും റോഡെന്നാണ്. കണ്ടച്ചിറ ചീപ്പ് ചന്ദനത്തോപ്പ് റോഡ്. ഒന്നും രണ്ടുമല്ല, 10 വർഷത്തോളമായി ഇതാണ് അവസ്ഥ. ഈ കുഴികൾക്കിടയിൽ ടാർ ചെയ്ത ചെറുഭാഗമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ഒട്ടേറെ സ്കൂളുകളിലേക്കുള്ള വഴിയാണിത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതോടെ ഇതുവഴി പോകുന്ന കുട്ടികളുടെ നടുവടിയും. കുഴികളിൽ വീണ വാഹനങ്ങൾ കട്ടപ്പുറത്താകും. മഴ കനക്കുന്നതോടെ റോഡും തോടും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതെയാവും. ഇവിടുന്ന് ചന്ദനത്തോപ്പുള്ള റോഡ്, കണ്ടത്തറ ചീപ്പ് മുതൽ ചന്ദനത്തോപ്പുള്ള റോഡും 7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ നടക്കുക. ഒരു മാറ്റം ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ട് പക്ഷെ നമ്മൾ വാണി ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഇതുവരെ അതിനുള്ള ഒരു പോകുമ്പോൾ ഇതുവരെ കണ്ടു. ഞാൻ കണ്ട സമയം തൊട്ട് ഇങ്ങനെ തന്നെ. മെനഞ്ഞാന്ന് ഒരു കൊച്ചും ഒരെണ്ണയുടെ അവിടെ വന്നില്ല ആ ഭാഗത്ത്. ഇത് എന്ന് ശരിയാവുമെന്ന് ആർക്കും അറിയത്തില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ ഇതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിവെച്ചു. സർവീസ് നടത്തി കിട്ടുന്ന പൈസയുടെ ഇരട്ടിയിലധികം തുക ബസ്സിന്റെ അറ്റകുറ്റപ്പണിക്കായി ചിലവാക്കേണ്ടി വന്നാൽ പിന്നെ എങ്ങനെ ബസ് ഓടിക്കും? അത് ഞാൻ മുമ്പ് ഒരു ആളിനോട് ചോദിച്ചപ്പം പറഞ്ഞ് ഈ ഏരിയ തങ്ങളിൽ എന്തോ ഒരു ഈഗോ പ്രശ്നമാണ് പഞ്ചായത്ത് തങ്ങളിലുള്ള. അതാണ് ഇതിങ്ങനെ കിടക്കാൻ കാരണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിന്റെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചു എന്ന പ്രഖ്യാപനം വന്നു. റോഡിൽ അളവുകൾ നടന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ അളവുമില്ല, നിർമ്മാണ പ്രവർത്തനങ്ങളുമില്ല. എല്ലാം ജനങ്ങളുടെ കണ്ണിൽ ഒരു പൊടിയിടിയിൽ. കൊല്ലം കോർപ്പറേഷനെയും സമീപത്തെ 2 പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ എന്നുകൂടി ഓർക്കുക. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.